ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രുക്മിണീ ദേവി ഗർഭവതിയായി എന്നുള്ള ഭാഗമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈലാസത്തിൽ പോയി പരമശിവനെ കണ്ട് അനുഗ്രഹം മേടിച്ച കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി എന്ത് സംഭവിച്ചു, അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി, സന്തോഷത്തോടു കൂടി ഇരുന്ന് നിങ്ങൾ ഈ ഭാഗം അവസാനം വരെ കേൾക്കണം. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഭാഗ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, എല്ലാവർക്കും ഒന്നും അങ്ങനെയുള്ള ഭാഗ്യം ലഭിക്കുകയില്ല, ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി സന്തോഷത്തോടു കൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. അങ്ങനെ രുക്മിണീ ദേവി ഗർഭവതിയായി. ഇനി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ശംബരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ ബ്രഹ്മദേവനെ തപസ്സു ചെയ്യുന്നു. എന്നിട്ട് വരം ചോദിക്കുന്നു, ആരും തന്നെ വധിക്കരുത്, അതാണ് വരം. ഇനി അഥവാ ആർക്കെങ്കിലും തന്നെ വധിക്കണം എന്നുണ്ടെങ്കിൽ അത് കാമദേവന് മാത്രമായിരിക്കണം അതിനുള്ള ഭാഗ്യം കൊടുക്കേണ്ടത് എന്ന് ഈ അസുരൻ, ഈ ശംബരൻ എന്ന അസുരൻ ബ്രഹ്മദേവനോട് പറയുന്നു. ബ്രഹ്മദേവൻ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. അതായത് ഈ ശംബരൻ എന്ന അസുരൻ അറിയാമായിരുന്നു കാമദേവൻ ഭഗവാന്റെ, പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്ന അഗ്നിയാൽ ചാമ്പലായി പോയി എന്നുള്ളത്. ഇനി ഒരിക്കലും കാമദേവൻ ജനിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസം ഈ ശംബരൻ എന്ന അസുരന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്രകാരം ഒരു വരം ആവശ്യപ്പെട്ടത്. അങ്ങനെ വരമൊക്കെ മേടിച്ച് സന്തോഷത്തോടു കൂടി ഈ ശംബരൻ അങ്ങനെ ജീവിക്കുകയാണ്. മന്മഥന്റെ മരണശേഷം പത്നിയായ രതീദേവിയുടെ തപസ്സിന്റെ ഫലമായിട്ട് ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി ശിവപാർവതി വിവാഹം നടന്ന സമയത്ത് കാമദേവൻ വീണ്ടും ജനിച്ചു എങ്കിലും അദ്ദേഹം പൂർണ്ണനായിരുന്നില്ല. ചില അപൂർണതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം, അതായത് രണ്ടാമത് ജനിച്ച കാമദേവൻ, ശംഭരനെ വധിക്കുന്നതിന് പ്രാപ്തിയുള്ളവനായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രതീദേവി ദുഃഖിച്ച് ഇങ്ങനെ ഇരുന്ന് കരയുന്ന അവസരത്തില് നാരദൻ അവിടേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് ഈ നാരദ മുനി ഈ രതീദേവിയോട് പറയുകയാണ്, ദേവി സങ്കടപ്പെടാതിരിക്കൂ, നിന്റെ ഭർത്താവ് പൂർണ്ണ കലാംശത്തോടു കൂടി ഇനി ഒരു മനുഷ്യനായി ഉടൻ തന്നെ ജനിക്കുന്നതാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിട്ടായിരിക്കും അവൻ ജനിക്കുന്നത്. സംഗതിവശാൽ ശത്രുവായ ശംബരന്റെ ഗൃഹത്തിൽ അവൻ വളരാൻ ഇടവരുന്നതുമാണ്. അതുകൊണ്ട് നിന്നിലുള്ള മായാശക്തിയാൽ മറ്റൊരു സ്ത്രീയായി ചമയുകയും, അതായത് ഇപ്പോഴുള്ള രൂപത്തിൽ നിന്നും മാറി മറ്റൊരു സ്ത്രീരൂപം എടുക്കുകയും മായാവതി എന്ന നാമം ധരിക്കുകയും ശംബരന്റെ ഗൃഹത്തിൽ പോയി അവിടെ താമസിക്കുകയും ചെയ്യണം. എല്ലാം മംഗളമായി കലാശിക്കും എന്ന് പറഞ്ഞ് നാരദമുനി രതീദേവിയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ നാരദമുനി രതീദേവിയെ സമാധാനപ്പെടുത്തിയതിനു ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ മുനിയുടെ ഉപദേശപ്രകാരം രതി തൻ്റെ യഥാർത്ഥ രൂപം മറച്ചു വെക്കുകയും ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യാസം വരുത്തുകയും മായാവതി എന്ന പേരിൽ ഒരു വേലക്കാരി എന്ന മട്ടിൽ ശംബരന്റെ ഗൃഹത്തിൽ ചെല്ലുകയും ശംബരനെ കാണുകയും അവന്റെ പാചകക്കാരിയായി തീരുകയും ചെയ്തു. അവൾ എന്തു പാകപ്പെടുത്തി കൊടുത്താലും അത് ശംബരന് വലിയ ഇഷ്ടവും തൃപ്തിയുമായിരുന്നു. അങ്ങനെ രതീദേവി പാചകക്കാരിയായിട്ടും
ശംബരൻ ഒരു ദുഷ്ട അസുരനായിട്ടും അങ്ങനെ വാഴുകയാണ്. ആ കാലത്ത് രുക്മിണീ ദേവിയുടെ ഗർഭം ക്രമേണ പൂർണ്ണമായിക്കൊണ്ടിരുന്നു. നാരദൻ പിന്നീട് ചെന്നത് ആരുടെ അടുക്കലേക്കായിരുന്നു? ശംബരന്റെ അടുക്കലേക്കായിരുന്നു. അങ്ങനെ ശംബരനെ ചെന്ന് കാണുകയാണ് ആര്? നാരദൻ. എന്നിട്ട് നാരദൻ ശംബരനോട് പറയുകയാണ്, അല്ലയോ അസുര രാജാവേ, അങ്ങ് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ലേ? അങ്ങയുടെ ശത്രു ഇതാ വീണ്ടും ജനിക്കുവാൻ തുടങ്ങുന്നു. ശ്രീകൃഷ്ണന്റെ പത്നിയായ രുക്മിണീ ദേവിയുടെ ഉദരത്തിൽ കിടന്നു വളരുന്നത് അങ്ങയുടെ ഘാതകനായ കാമദേവനാണ്. സൂക്ഷിച്ചുകൊള്ളൂ, രക്ഷപ്പെടാനുള്ള മാർഗം അങ്ങ് തന്നെ നോക്കിക്കൊള്ളുക എന്ന് നാരദൻ ചെന്നിട്ട് ആരോട് പറയുന്നു? ഈ ശംബരൻ എന്ന അസുരനോട് പറയുന്നു. എന്നിട്ട് അപ്രത്യക്ഷനായി. ശംബരൻ ഉടൻ തന്നെ രുക്മിണീ ദേവിയുടെ ഗർഭത്തിന്റെ അവസ്ഥ അതൊക്കെ എല്ലാ ദിവസവും ചാരന്മാർ മുഖേന രഹസ്യമായി അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒരു ശുഭമുഹൂർത്തത്തിൽ രുക്മിണീ ദേവി അതിസുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ അങ്ങനെ പ്രസവിക്കുകയാണ്. രുക്മിണീ ദേവിയുടെ ഗർഭവിശേഷങ്ങളെല്ലാം നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്ന ശംബരാസുരൻ ദേവി പ്രസവിച്ചു എന്നുള്ള വിവരം അറിയുകയും തൻ്റെ മായാശക്തിയാൽ അദൃശ്യനായി ആ പ്രസവമുറിയിൽ കടക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രസവിച്ചു കിടക്കുന്ന രുക്മിണീ ദേവിയെ മയക്കിയിട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞ് കളയുകയും ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രുക്മിണീ ദേവി ഉണർന്ന് എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ താൻ പ്രസവിച്ച തൻ്റെ പൊന്നോമന പുത്രനെ കാണുന്നില്ല, അവൻ അപ്രത്യക്ഷനായിരിക്കുന്നു എന്ന് രുക്മിണിക്ക് മനസ്സിലാവുകയും രുക്മിണി നെഞ്ചു പൊട്ടി നിലവിളിക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രിയതമയുടെ ഇപ്രകാരമുള്ള കരച്ചിൽ കേട്ട് കൃഷ്ണൻ അവിടേക്ക് ഓടി വരുന്നു. എന്നിട്ട് രുക്മിണിയെ സമാധാനപ്പെടുത്തുന്നു. എന്നിട്ട് രുക്മിണിയോട് പറയുകയാണ്, രുക്മിണി വിഷമിക്കണ്ട, കാമദേവനാണ് രുക്മിണിയുടെ ഉദരത്തിൽ ജനിച്ചത്. കാമദേവൻ ഇപ്പോൾ ലോകത്തിനു വേണ്ടി, ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ അപ്രത്യക്ഷനായി എങ്കിലും അവൻ തീർച്ചയായും കുറച്ചു കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദേവി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ കൃഷ്ണൻ ദേവിയെ സമാധാനപ്പെടുത്തുന്നു. പക്ഷേ അല്പം സമാധാനം കൃഷ്ണന്റെ വാക്കുകളിലൂടെ രുക്മിണിക്കുണ്ടായി എങ്കിലും ആ മാതൃഹൃദയം വിങ്ങി പൊട്ടുകയാണ്. ആ സമയത്ത് ശംഭരൻ സമുദ്രത്തിലെറിഞ്ഞ ആ കുഞ്ഞിനെ ഒരു മത്സ്യം കൊത്തി വിഴുങ്ങുന്നു. ആ മത്സ്യത്തിനെ ഒരു മുക്കുവന് വലയിൽ കിട്ടുന്നു. കാഴ്ചയിൽ ഒരു പ്രത്യേക ഭംഗിയും ശോഭയും ഉണ്ടായിരുന്ന ആ മീനിനെ ആ മുക്കുവൻ ആ ദേശത്തിന്റെ രാജാവായ ശംബരാസുരന് കൊടുക്കുന്നു. ശംബരാസുരൻ സന്തോഷത്തോടുകൂടി ആ മത്സ്യത്തെ എടുത്തിട്ട് മായാവതി എന്ന തൻ്റെ പ്രിയപ്പെട്ട പാചകക്കാരിയെ വിളിച്ചിട്ട് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം നായാട്ടിനായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പാചകം ചെയ്യാനായി മത്സ്യത്തെ കീറിയപ്പോൾ ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ഒരു മനോഹരനായ ഒരു കുഞ്ഞ് ശയിക്കുന്നത് കാണുന്നു. ആ സമയത്ത് നാരദൻ പറഞ്ഞ വാക്കുകൾ രതിദേവി ഓർക്കുന്നു. ഇത് തൻ്റെ ഭർത്താവായ കാമദേവനായിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ ആര് പ്രത്യക്ഷപ്പെടുന്നു? നാരദൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ആ ശിശുവിൻ്റെ ജനന രഹസ്യം മുഴുവനും നാരദൻ
രതീദേവിയോട് പറയുന്നു. കാമദേവൻ പൂർണ്ണ കലാംശത്തോടെ ശ്രീകൃഷ്ണപുത്രനായി രുക്മിണീദേവിയിൽ പിറന്നിരിക്കുന്നു എന്നും ശംബരാസുരൻ ആ പ്രജയെ മായാശക്തിയാൽ അപഹരിച്ച് കടലിൽ എറിഞ്ഞു എന്നും ഒരു മത്സ്യം അതിനെ കൊത്തി വിഴുങ്ങി എന്നും ആ മത്സ്യത്തെയാണ് ഇപ്പോൾ മായാവതിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും ആ ശിശുവിനെ ശംബരൻ അറിയാതെ സൂക്ഷിച്ച് വളർത്തണം എന്നും മറ്റുള്ള ആരും ഈ വിവരങ്ങൾ അറിയരുത് എന്നും ബ്രഹ്മദേവന്റെ പുത്രനായ നാരദൻ രതീദേവിയെ അറിയിക്കുന്നു. അതനുസരിച്ചിട്ട് മായാവതി എന്ന രതീദേവി തൻ്റെ മായയാൽ മറ്റാരും അറിയാതെ ആ ശിശുവിനെ തൻ്റെ ഭർത്താവാണ് ഇത് എന്നുള്ള നിലയിൽ തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി പരിലാളിച്ച് വളർത്തുകയാണ്. അങ്ങനെ രുക്മിണീ ദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുത്രൻ ഇപ്പോൾ ശംബരാസുരന്റെ കൊട്ടാരത്തിൽ ആരും അറിയാതെ മായാവതിയുടെ സംരക്ഷണയിൽ, രതീദേവിയായ മായാവതിയുടെ സംരക്ഷണയിൽ അങ്ങനെ വളരുന്നു. തൻ്റെ പുത്രൻ എവിടെയാണ് എന്നറിയാതെ രുക്മിണീ ദേവി ഓരോ ദിവസവും കണ്ണുനീർ വാർത്തുകൊണ്ട് ദ്വാരകയിൽ ജീവിക്കുകയാണ്. കൃഷ്ണൻ പരമാവധി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അമ്മയുടെ ഹൃദയം എപ്പോഴും വേദനിച്ചുകൊണ്ടേയിരുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥാഭാഗം അങ്ങനെ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഭഗവാന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ, കഥയൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഭഗവാനെ സ്നേഹിക്കുക, അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.